ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS. കഴിഞ്ഞ ദിവസം കമ്പനി ബോർഡ് LGSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എല്ലാവരും ആശയക്കുഴപ്പത്തിലായ മറ്റൊരു കാര്യമാണ് കമ്പനി ബോർഡ് LGS പ്രിലിംസിന് വേണ്ടി പഠിക്കണോ മെയിൻസിന് വേണ്ടി പഠിക്കണോ എന്ന്. കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് പ്രിലിംസ് പരീക്ഷ ഉള്ളതായിട്ടാണ് PSC ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പം പ്രിലിംസ് പരീക്ഷയും മെയിൻസ് പരീക്ഷയും ആദ്യം പ്രിലിംസിന് പഠിക്കണോ ആദ്യം മെയിൻസിന് പഠിക്കണോ എന്ന് പല ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കും. നമുക്ക് ആ ഒരു പ്രശ്നം ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകാം. അതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മക്കളെ, കമ്പനി ബോർഡ് LGS ആദ്യം നമുക്കതിൻ്റെ കാറ്റഗറി നമ്പരും കാര്യങ്ങളൊക്കെ നോക്കാം. അതായത് 423/2025 എന്നുള്ളതാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ. 423/2025. ഇതിൻ്റെ പ്രിലിംസ് നടക്കുന്നത് 2026 ജൂലൈ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയാണ്. നമുക്ക് ജൂലൈയിൽ തന്നെ പരീക്ഷ ആരംഭിക്കുന്നു. നമ്മുടെ പരീക്ഷ ജൂലൈയിൽ തന്നെ വരും എന്ന് കരുതി നമുക്ക് പഠിക്കാം. അപ്പോൾ ഇപ്പോൾ ജനുവരി മാസമായി, ജൂലൈയിലോട്ട് ഒരു 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. ഇനി ഒരു 6 മാസം കൂട്ടിയാൽ മതി. ഓക്കെ, ഒരു 6 മാസം നമുക്ക് പ്രിലിംസിന് വേണ്ടി പഠിക്കാനുണ്ട്. അപ്പം അതിൻ്റെ മെയിൻസ് വരുന്നത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാണ്. നമുക്കതിനെ ഒക്ടോബർ എന്ന് തന്നെ കൂട്ടാം. അപ്പോൾ ജൂലൈ കഴിഞ്ഞ് ഒരു 3 മാസം കൂടെ, ഓക്കെ, ഒരു 3 മാസം അല്ല, ഒരു 2.5 മാസം കൂട്ടിയാൽ മതി. അപ്പം നമുക്ക് ഏകദേശം പഠിക്കാനുള്ള സമയം ഒരു 6 മാസം കാലാവധി വെക്കാം. ഓക്കെ, അപ്പോൾ അതാ ഇതിൻ്റെ സിലബസ് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പം മനസ്സിലാവും ഇതെങ്ങനെ പഠിക്കണമെന്ന്. നമുക്ക് ആ സിലബസ് ഇങ്ങനെയാണ് പ്രിലിംസിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ദാ GK 60 മാർക്ക്. GK നമ്മൾ 60 മാർക്കുണ്ട് എന്ന് പറഞ്ഞാൽ പൊതുവിജ്ഞാനം 60 മാർക്ക് പഠിക്കാനുണ്ട് പ്രിലിംസിന്. കൂടാതെ സയൻസ് 20 മാർക്ക്, സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ലഘുഗണിതവും മാനസിക ശേഷി പരിശോധന ചോദ്യങ്ങളും, അത് 20 മാർക്ക്. അപ്പോൾ നോക്കി, മെജോറിറ്റി 60 മാർക്കും പൊതുവിജ്ഞാനമാണ് GKയിൽ നിന്നാണ്. പിന്നെ ഒരു 20 മാർക്ക് സയൻസ്, പിന്നെ ഒരു 20 മാർക്ക് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി. ഇനി നിങ്ങൾ മെയിൻസിൻ്റെ സിലബസ് ഒന്ന് നോക്കിയ മക്കളെ. മെയിൻസ് നോക്കുമ്പം GKക്ക് 40 മാർക്ക് ആക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടപ്പുറത്ത് പ്രിലിംസ് പരീക്ഷയ്ക്ക് 60 മാർക്കിന് വേണ്ടി പഠിച്ച GK അഥവാ പൊതുവിജ്ഞാനം 40 മാർക്ക്, ഒരു 20 മാർക്ക് കുറച്ചു എന്നേ ഉള്ളൂ. ഇനി കറണ്ട് അഫയേഴ്സ് ഒരു 20 മാർക്ക് ചോദിക്കുന്നുണ്ട് മക്കളെ. കറണ്ട് അഫയേഴ്സ് 20. ഓക്കെ, കറണ്ട് അഫയേഴ്സ് 20 മാർക്കുണ്ട്. പിന്നെ സയൻസ്, അവിടെ നമ്മൾ സയൻസ് 20 മാർക്ക് ഉണ്ടായിരുന്നു, അതിന് പകരം ഇവിടെ 10 മാർക്കാക്കി. പിന്നെ പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ പൊതുജനാരോഗ്യം, അവിടെ ഒരു 10 മാർക്ക് അധികം പഠിക്കാനുണ്ട് മക്കളെ. ഇവിടുത്തെ നമ്മുടെ ഈ 60 മാർക്കിനകത്തിൽ 20 മാർക്ക് ഏകദേശം കറണ്ട് അഫയേഴ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ഏകദേശം അവിടെ അപ്പുറത്ത് 40ഉം 20ഉം ഒരു 60 മാർക്ക് നമുക്ക് GK എന്ന് തന്നെ കൂട്ടാം. പിന്നെ സയൻസ് അവിടെ 20 മാർക്ക് 10 മാർക്ക് ആക്കിയിട്ടുണ്ട്. അതിന് പകരം ഒരു എക്സ്ട്രാ 10 മാർക്ക് ഇവിടെ വന്നിരിക്കുന്നത് പബ്ലിക് ഹെൽത്ത് ആണ്. കറണ്ട് അഫയേഴ്സ് അതേപോലെ മെൻ്റൽ എബിലിറ്റിയും നമ്മുടെ സിമ്പിൾ അരിത്തമെറ്റിക്കും 20 മാർക്ക് തന്നെയുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും നമ്മുടെ സിലബസ് ഏകദേശം ഒന്ന് തന്നെയല്ലേ ആണ്. അപ്പം നിങ്ങൾ ഏതിന് പഠിച്ചു തുടങ്ങണമെന്ന് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു ഊഹം കിട്ടിക്കാണും മക്കളെ. നമുക്ക് പ്രിലിംസിനും മെയിൻസിനും ഒറ്റപ്പെടുത്താൻ മതിയാകും. അല്ലെങ്കിൽ നിങ്ങൾ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങണം. മെയിൻസിന് വേണ്ടി ഇവിടുത്തെ ഈ പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ പൊതുജനാരോഗ്യം, ഇതൊക്കെ തന്നെയാണ് ഏകദേശം ബയോളജി എന്ന രൂപത്തിൽ നമുക്ക് അപ്പുറത്തും സയൻസിനും പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ മെയിൻസിന് വേണ്ടി തന്നെ പഠിച്ചാൽ മതിയാകും. നമ്മുടെ പ്രിലിംസും ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കാരണമെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഡിഗ്രി ലെവൽ പരീക്ഷകളോ അല്ലെങ്കിൽ +2 ലെവൽ പരീക്ഷകളോ ഒക്കെ ആണെങ്കിൽ പ്രിലിംസ് ആദ്യം പഠിച്ചു തുടങ്ങണം. കാര്യം കുറച്ചുകൂടെ ഡീപ്പായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് ഡിഗ്രി ലെവൽ ചോദ്യങ്ങളൊക്കെ. അതുകൊണ്ട് പ്രിലിംസ് നമ്മൾ ആദ്യം ക്രാക്ക് ചെയ്തേ മതിയാകൂ. എന്നാൽ ഇവിടെ LGS നിലവാരത്തിലൊക്കെ പഠിക്കുമ്പം കമ്പനി ബോർഡ് LGS ആണ്, ഇവിടെ ഇംഗ്ലീഷ് ഇല്ല, മലയാളം ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻസിന് വേണ്ടി തന്നെ പഠിച്ചാൽ മതിയാകും. ഇതിൻ്റെ മെയിൻസിൻ്റെ അതേ ഭാഗങ്ങൾ തന്നെയാണ് പ്രിലിംസിനും പഠിക്കാനുള്ളത്. അപ്പോൾ പ്രിലിംസും മെയിൻസും ഒറ്റയടിക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി കൺഫ്യൂഷൻ വേണ്ട, നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടി തന്നെ പഠിച്ചു തുടങ്ങാം. ഇതേ ചോദ്യങ്ങൾ ഒരല്പം കൂടെ കൂടുതലായിട്ട് GK പ്രിലിംസിന് ചോദിക്കും എന്നത് മാത്രമാണ് ഇവിടെ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം. എങ്ങനെയാണെങ്കിലും രണ്ടിടത്തും 20 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി. അവിടെയും ഇവിടെയും ഒരേ ടോപ്പിക്കുകൾ തന്നെയാണ് എല്ലായിടത്തും. GK ആണെങ്കിലും സയൻസ് ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും രണ്ടിടത്തും ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് ഇനിയൊരു സംശയത്തിൻ്റെ ആവശ്യമേ ഇല്ല, നമുക്ക് മെയിൻസിന് വേണ്ടി തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ കമ്പനി ബോർഡ് LGSന് വേണ്ടിയുള്ള ഏറ്റവും പുതിയ ബാച്ച് എൻ്റെ നേതൃത്വത്തിൽ ചലഞ്ചർ ആപ്പിൽ ആരംഭിച്ചിട്ടുണ്ട്. ചലഞ്ചർ ആപ്പിൻ്റെ പ്രത്യേകത എന്തെന്നാൽ മക്കളെ, നിങ്ങൾക്ക് ബൈ 1 ഗെറ്റ് 1 ഓഫർ എന്ന് പറഞ്ഞൊരു ഓഫർ ഇനി വരാൻ പോകുന്ന ഒരു 7 ദിവസത്തേക്ക് കൂടി ഉണ്ടാകുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഏതെങ്കിലും ടീച്ചിങ് കോഴ്സുകൾ പർച്ചേസ് ചെയ്താൽ നമ്മുടെ
ജനറൽ PSC വീഡിയോകളെല്ലാം തന്നെ, അതായത് ജനറൽ കോഴ്സുകൾ നിങ്ങൾക്ക് 6 മാസത്തേക്ക് സൗജന്യമായിട്ട് തരുന്നതായിരിക്കും. എന്തെല്ലാമാണ് ചലഞ്ചറിൻ്റെ പ്രത്യേകതകൾ എന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രീമിയം പ്ലാൻ നിങ്ങൾക്ക് 999 രൂപയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ മെൻറ്റർഷിപ്പ് ബാച്ച് എടുക്കുകയാണെങ്കിൽ 1 വർഷത്തേക്ക് അധികമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ജനറൽ വീഡിയോകളെല്ലാം തന്നെയും കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു 2 വർഷത്തേക്ക് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൻ്റെ ഭാഗമായിട്ട് തുടരാൻ സാധിക്കും. മാത്രമല്ല നമ്മുടെ ഏതെങ്കിലും ടീച്ചിങ് കോഴ്സുകളാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 6 മാസത്തേക്ക് നമ്മുടെ ജനറൽ PSC എല്ലാം തന്നെയും ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇത്രയധികം പ്രത്യേകതയുള്ള ചലഞ്ചറിനോടൊപ്പം നിങ്ങളുടെ പഠനം ആരംഭിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. വിശാഖ് പാവുമ്പ.